ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അരുണാചലാണ്. അരുണാചൽ ഇറ്റാനഗർ പോണ റൂട്ടിലാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സൈക്കിൾ തള്ളിക്കൊണ്ടാണ് യാത്ര. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഇറക്കം കിട്ടിയോണ്ട് ഇങ്ങനെ കയറിയിരിക്കണേ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഹോജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഏകദേശം 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇറ്റാനഗർ പോയിക്കാനല്ലേ സൈക്കിൾ ശരിയാക്കാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ എന്തോ ഉണ്ട് ഇറ്റാനഗറിലേക്ക്. അപ്പോൾ അങ്ങോട്ട് പോയിക്കാനല്ലേ സെറ്റാക്കാൻ പറ്റുള്ളൂ. ഇതൊരു ഹൈവേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇറ്റാനഗറിലേക്ക് പോവാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പോകണമെങ്കിൽ ഒരു കടയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളും ഒരാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് അത് കഴിക്കണം. അപ്പോൾ അതാണ്ട എന്തായാലും പയ്യെ ഇറങ്ങി പോകട്ടെ. ഇതിൻ്റെ ബെയറിങ്ങിനും പിന്നെ അതുപോലെ തന്നെ ചെയിനൊക്കെ ചെറിയ പണിയുണ്ട്. അപ്പോൾ അത് നോക്കണം. ഇവിടെ ഒരു ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻ ഉണ്ട്, കണ്ടില്ലേ? നമ്മൾ പോണ റൂട്ടിലാണ് കേട്ടോ. ഇത് ഹോജിൽ പെട്ടതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇനി ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററും കൂടെ ഉണ്ട് ഹോജ് ടൗൺ എത്താൻ വേണ്ടി. അവിടെ എത്തിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഇപ്പം അത്യാവശ്യം വെയിലും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ മേളിൽ. അങ്ങനെ നമ്മൾ ഹോജ് എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടോ, കണ്ടില്ലേ? ഇതാണ് ഹോജ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്താൽ നമ്മൾ ഇറ്റാനഗർ പോവും. അതുപോലെ തന്നെ ലെഫ്റ്റ് എടുത്ത് നമ്മൾ 0 പോണ റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഈ റൂട്ട് തന്നെ വരേണ്ടി വരും. ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. കടയിലാണ് കേട്ടോ പറഞ്ഞേക്കണം. क्या है पूरी है ना? पूरी है पूरी. അങ്ങനെ നമ്മൾ ഈ ഒരു കടയിൽ വന്നിട്ടാ. അപ്പോൾ ഇവർ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഫുഡ് കാര്യങ്ങൾ. പൂരിയാണ് പറഞ്ഞേക്കണം. അതുപോലെ തന്നെ ഒരു സബ്ജിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചായയും വന്നിട്ടുണ്ട്. ചായ നല്ല ചൂടുണ്ടെന്ന് പറഞ്ഞിട്ടാ. ചായ കൊള്ളാട്ടാ. ചില സ്ഥലത്ത് ചായ അടിപൊളിയാണ്ടാ, ടേസ്റ്റ് ഉണ്ട് ചായക്ക്. കാരണം ഇവർ പാലാണ് കൂടുതൽ ഒഴിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ വെള്ളം കൂടെ മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവുന്നു. പക്ഷെ ഇത് ഫുള്ള് പാലാകുന്നുണ്ടാ. ഇതൊന്ന് 20 എന്തോന്നു ചായക്ക്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുള്ള ഫുഡ് കഴിച്ച് ഇറങ്ങാട്ടാ. ഇപ്പോൾ പൂരിയുണ്ട്, പിന്നെ അത് പനീറും പാലും കൂടെ ഉരുളക്കിഴങ്ങും കൂടെ കറിയുണ്ട്. ചായ തീർന്നിട്ടാ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇറങ്ങാട്ടെ ഇവിടെ നിന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന ഫാമിലിയിൽ പിക്നിക്കിനൊക്കെ പോയാൽ അതിൽ ആ ഒരു പയ്യനാർന്നിട്ടാ ഇത് മേടിച്ചെന്നത്. പാവം, ഭയങ്കര സന്തോഷം വന്നിട്ടാ ഫാമിലിക്ക് നമ്മളോട്. അതുപോലെ തന്നെ ഭയങ്കര കാര്യം പറഞ്ഞു. വീഡിയോ എടുക്കാനായിട്ട് പുള്ളി ഇങ്ങനെ നോക്കൊണ്ടിരിക്കണേട്ടാ. ഇവിടെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയേട്ടാ. അപ്പോൾ അത് കടയിൽ നിന്നാണ് കഴിച്ചത്. ഓക്കെ ടീക്കേ ഭയ്യ, വീഡിയോ ഹേ. ആ ഓക്കെ ഓക്കെ ടീക്കേ. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക് ഇല്ല കേട്ടാ, ലെഫ്റ്റ് സൈഡില്ല, അതായത് ബാക്കിലെ ബ്രേക്ക് ഇല്ല. ഇറങ്ങി കുറച്ചെന്തോ പോകാനുണ്ട് കേട്ടാ. ഇപ്പം എന്തായാലും ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ സെറ്റായി. അപ്പോൾ ആളെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാ ഫുഡൊക്കെ കഴിച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാ. പാവം, പോണ വഴി മിക്കവാറും കാണാൻ പറ്റുമെന്ന് തോന്നുന്ന ആളാ. കാണണമെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിരുന്നിട്ടാ. റോഡൊക്കെ ഭയങ്കര സീനാണ്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് അങ്ങാട് പോകുമ്പോൾ പിന്നെയും കുഴപ്പമില്ലാത്ത റോഡുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം നമുക്ക് പോവാൻ. അത്യാവശ്യം ഇറക്കവും കയറ്റവും കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് വണ്ടി വന്നും പോയിക്കൊണ്ടിരിക്കാണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ബ്രിഡ്ജിൻ്റെ ഇവിടെ വന്നിട്ടാ. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു നദി ഒഴുകുന്നുണ്ട്, ചെറിയൊരു റിവറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും കാണിക്കാനുള്ള ഗൂഗിളിൽ ഇവിടെ എഴുതിയും വെച്ചിട്ടില്ല കേട്ടാ. അതുപോലെ തന്നെ ഇവിടെ ആളുകൾ മണ്ണൊക്കെ എടുത്തിട്ട് പോകണ്ടട്ടാ. ഇതിൽ നിന്നാണ് മണ്ണ് ലോഡ് ചെയ്ത് കൊണ്ടുപോകണത് വീട് പണിക്കും മറ്റു കാര്യങ്ങളൊക്കെ. കണ്ടില്ലേ, അവിടെ ഒരു വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ മണ്ണ് ഇതായിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ടാ. ഇതിൽ നിന്ന് തന്നെയാണ് മണ്ണ് എടുക്കാനായിട്ട്, ഈ ഒരു നദിയിൽ നിന്ന് തന്നെ. എന്താ അല്ലേ, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കാലാവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ചൂടുണ്ട്, അതുപോലെ തന്നെ തണുത്ത കാറ്റടിക്കാണ്ട്. ഇനി ഇറ്റാനഗറിലേക്ക് ഏകദേശം 39 കിലോമീറ്റർ കാണിക്കാം കേട്ടാ. നമ്മളെ പോണില്ല. ഇവിടെ ഒരു ചെറിയൊരു ലേക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടാ. അവിടെ ഒരു ഡാമാണത്. നോക്കിയേ, ആ കാണുന്നതൊരു ഡാമാണ് കേട്ടോ. അത് അടച്ചിട്ടേക്കണേണ്, കണ്ടില്ലേ? നല്ല രീതിയിൽ ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട്. ഇത് ഡാമാണ് കേട്ടോ, ലേക്കല്ല. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ഇങ്ങനെ കോട്ടേജുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഹോം സ്റ്റേകളാണ്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഇതൊരു മഡ് ഹൗസ് പോലെ സെറ്റ് ചെയ്തേക്കണേണ്. പിന്നെ അതിൻ്റെ അവിടെ വ്യൂ പോയിൻ്റ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അതിൻ്റെ അപ്പുറത്തൊക്കെ പണിയുന്നുണ്ട്.
ഈ നാട്ടിലൊക്കെ അതുപോലെ തന്നെ ടൂറിസത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വന്ന് ആളുകൾ വളരെ ചുരുക്കമാണ് താമസിക്കുന്നത്. കൂടുതൽ ആൾക്കാരും ഡയറക്റ്റ് സീറോ ഒന്നിലേക്ക് ഇറ്റാനഗർ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ സീറോയിലേക്ക് പോകും, അല്ലെങ്കിൽ തവാങ്ങിലേക്ക് പോകട്ടാ. അപ്പോൾ ഇവിടെയൊക്കെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ആൾക്കാർ വന്നിട്ടാ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇവിടെ. ഒരുപാട് വണ്ടികളൊക്കെ പോകണ്ടട്ടാ. ഡയറക്റ്റ് പോണത് ഇറ്റാനഗറിലേക്കാണ്. നമ്മൾ ആദ്യം പോയിട്ട് നമ്മുടെ സൈക്കിളൊന്ന് സെറ്റാക്കണം, അല്ലെങ്കിൽ നല്ല പണിയാവട്ടെ. കുറേ ദിവസമായി നമ്മളിങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം നമ്മുടെ സൈക്കിളൊന്ന് സെറ്റാക്കണം. എത്രയാവുമെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. വലിയ പൈസ ഒന്നും ആകാതിരുന്നാൽ മതി. എന്തായാലും കടയിൽ ചെന്നിട്ട് നമ്മളെന്തായാലും ആദ്യം ഒരു ഡിസ്കൗണ്ടൊക്കെ ചോദിക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ പണിയാവും, നമ്മളെ കൊണ്ട് താങ്ങില്ല. എന്തായാലും സെറ്റാക്കാൻ നോക്കട്ടെ. भैया थैंक यू थैंक यू, आपको भी सेफ जर्नी। अब आज ही ईटानगर जाके फिर वापस आएगा? हाँ रह जाना। अच्छा ओके ठीक है, मिलेंगे। ओके നമ്മൾ പോണേക്ക് കണ്ട നാട്ടേവരാ. അപ്പോൾ കുറേ പേര് ഇതേപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ്, വല്ലാത്തൊരു മൊമെൻ്റാണ് കേട്ടോ. കാരണം എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. നമ്മളൊരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മുടെ കൂടെ വന്ന് ഫോട്ടോ എടുത്ത് നമ്മുടെ സന്തോഷത്തോടെ നമ്മളോട് യാത്രകളെ കുറിച്ച് സംസാരിക്കുക, അതൊക്കെ എല്ലാം വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ തള്ളിക്കൊണ്ടാണ് പോണത്. അടുത്തൊരു ഇറക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിപ്പോവും. കാരണം ഇറക്കത്തിൽ പിന്നെയും കുഴപ്പമില്ല, ചവിട്ടുമ്പോൾ ഇത് തന്നെയാണ്ട് ഇങ്ങനെ പോണത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടാസ്ക്കാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അങ്ങനെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടി. അപ്പോൾ നമ്മുടെ സൈക്കിളുണ്ട്. അപ്പോൾ രണ്ടുപേരും നമ്മളെ കാണാൻ വേണ്ടി വന്നേക്കണം കേട്ടോ. ഹായ് कैसे हो आप लोग? आप लोग कहाँ से हो? लखीमपुर से है ना. अभी कहाँ से आया? हम लोग कल मीट किया था ना रास्ता में. अच्छा उस टाइम तो मेरे को भी ब्लॉग नहीं, अभी तो ब्लॉग किया था इसलिए तो अभी कहाँ जाएगा? अभी हम लोग सीधा घर जाएगा ना. अच्छा अच्छा, खाना वगैरह हो गया? आप कहाँ जाएगा अभी? मैं अभी तो ईटानगर जाएगा. अभी मेरा साइकिल ख़राब है. यहाँ से ईटानगर जाके बना के फिर मेरा जीरो भी जाने का प्लान है. अब लोग अच्छा से जाओ, मिलने के लिए बहुत अच्छा होगा. ഓ താങ്ക് യു. മണ്ണിടിഞ്ഞ് വീണേക്കണുണ്ടല്ലേ. ഇത് ശരിക്കും ഈ ഇത് വെച്ച് ഇടിച്ച് പൊളിച്ചിട്ടേക്കണേട്ടോ. കാരണം ഇവിടെ റോഡിൻ്റെ വീതി കൂട്ടണേണ്. അപ്പോൾ അത് കാരണം പണി നടക്കാണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ എന്തോ ബ്രിഡ്ജ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്രിഡ്ജാണോ? അത് തന്നെ ബ്രിഡ്ജ് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങാടേക്ക് കണക്ട് ചെയ്യാനുള്ള ബ്രിഡ്ജ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പില്ലർ പണിയാനായിട്ട് ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അടിയിൽ ആരൊക്കെയോ സൈക്കിൾ ഔട്ടുണ്ട് നോക്കിയേ. റോഡൊക്കെ ഇതാണ്ട കണ്ടീഷൻ. ചിലയിടത്തൊക്കെ ഇതേപോലെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുകയാണ്. കാരണം റോഡിൻ്റെ പണി നടക്കണോണ്ടാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ കറങ്ങി പോണത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു പാലം വന്നത്. ഈ പാലം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങാടേക്ക് സിമ്പിളായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതല്ലേ, അതാണ്. പിന്നെ അതുപോലെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഏകദേശം ഒരു 7 കിലോമീറ്റർ കൊണ്ട് ഇറ്റാനഗറിലേക്ക്. നല്ലോണം വിയർത്ത് കുടിച്ചാട്ടോ. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മൾ ഇത്ര ദിവസം നല്ല തണുപ്പുള്ള ഏരിയയിലായിരുന്നു. അവിടെ നിന്നൊക്കെ വന്ന് അപ്പോൾ അതെ നല്ല വെയിലുള്ള സ്ഥലത്താണ് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലേ, ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ പോകുമ്പോൾ ടൗൺ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെയൊക്കെ അത്യാവശ്യം സാധനങ്ങൾ കിട്ടുന്ന ഏരിയകളാണ് കേട്ടോ. കുറച്ച് അടിയിലേക്ക് പോകുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ കിട്ടും. ഇങ്ങനെ കയറ്റം കയറി വന്നപ്പോൾ അതെ ഒരു ഇറക്കം കിട്ടിയേട്ടാ. എനിക്ക് തോന്നുന്നു നല്ല കുത്തനെയുള്ള ഇറക്കമാണെന്ന് തോന്നുന്നത്. ഇവിടെയൊക്കെ നല്ല കയറ്റം തുറന്ന് വേർത്ത് കുളിച്ചിരിക്കണേട്ടാ. ഇതാണ്ട അവസ്ഥ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഒന്ന് മര്യാദക്ക് വേർക്കണത്. ഭയങ്കര ചൂടാണ് കേട്ടോ. ഇത്ര ദിവസം നമുക്ക് കുളിക്കാൻ തന്നെ വലിയ മടിയാണ്. ഇപ്പോൾ ഒന്ന് കുളിച്ചാൽ മതി തണുത്ത വെള്ളത്തിലെ, അങ്ങനത്തെ ഫീലാണ്. ഇതാണ്ട് ഇറക്കാം. ആ വണ്ടിയൊക്കെ ഇങ്ങനെ കയറി തന്നെയാണ് അവിടുന്ന്. ശരിക്കും നമ്മുടെ ഒരു ബ്രേക്ക് വർക്ക് ചെയ്യുള്ളൂ, മറ്റേ ബ്രേക്ക് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റില്ല ഒറ്റ കൈക്ക്. ചെറിയ ടാസ്കാട്ടാ. അപ്പോൾ എന്തായാലും ഫോണിലേക്ക് വേറെ ഒന്നും കാണാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നിർത്തി വീഡിയോ എടുക്കാന്നാണ് കേട്ടോ. നല്ല വെയിലാണ്ടോ, നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. നമ്മളെ ഫോണിലേക്ക് മറ്റൊരു കാഴ്ച ഉണ്ട്. നല്ലൊരു കിടിലം വ്യൂ ആണ് കേട്ടോ. ഈ കാണുന്നതാന്ന് തോന്നുന്നത് ഇറ്റാനഗർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നോക്കിയേ, വലിയൊരു ടൗണാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ അരുണാചലിലെ ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടില്ലേ നിങ്ങൾ,
ഇവിടെയൊക്കെ ചെറിയ മഡ് ഹൗസുകൾ പോലെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ താമസിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഈ മീൻ വളർത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഡെയിലി ഒരുപാട് മത്സ്യകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. പലയിടത്തും നമ്മൾ വന്നേക്ക് ഇതേപോലെ ചെറിയ ചെറിയ കനാലുകളും കുളങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവിടെ എന്തോ ഫാക്ടറി ഉണ്ടെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ഇങ്ങനെ പുക വന്നുണ്ട്. ഇപ്പം ഏകദേശം മലയിലൊക്കെ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഒരുമാതിരി ഫോഗൊക്കെ വന്ന പോലെ ഉണ്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ തണുപ്പുണ്ടാവും. പിന്നെ ഇതൊരു വർക്ക്ഷോപ്പാണ് കേട്ടോ. എന്താണ് ഞാൻ ജസ്റ്റ് പോകണ വയ്ക്ക് നമ്മളിങ്ങനെ പോകണമായിരുന്നു. ഇങ്ങനെ പോകണ വയ്ക്ക് ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് നിർത്തി ഒരു വീഡിയോ എടുത്താണ്. അത് നാഗർലഗ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇപ്പോൾ ഇതും ഇറ്റാനഗറിൻ്റെ ഭാഗം തന്നെയാണ്. ഇതും വലിയൊരു ടൗൺ തന്നെ കേട്ടോ, വലിയൊരു സിറ്റിയാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇപ്പം ഏകദേശം ഇരുട്ടി തുടങ്ങി. 4:30. ഓ എന്തിനാണാവോ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് പോണേ ഇവനൊക്കെ. എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്ടാ, ഭയങ്കര തിരക്കാണ്. അപ്പം ഇതിപ്പോൾ ഇരുട്ടി തുടങ്ങി കേട്ടോ. ഓ അവിടെ എന്തോ ഹെലിപ്പാഡൊക്കെ ഉണ്ട്. ഓ നോക്കി കണ്ട ഹെലിപ്പാഡാണ് കേട്ടോ. അമ്പോ സെറ്റാണ്ടോ, നല്ല കിട്ടില്ല വ്യൂ ആണത്. എയർപോർട്ട് വല്ലതും ആണോ, അതിൻ്റെ ഫ്ലൈറ്റ് വല്ലതും ഉണ്ടാവുക? ഇല്ല ഹെലിപ്പാഡാണ് കേട്ടോ. അവിടെ ഒരുപാട് ഇതുണ്ട് കേട്ടോ, ഹെലി ഉണ്ട് അവിടെ. പിന്നെ ഇത് ഇവിടെയൊക്കെ മണ്ണടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ബീഹാറിലും ആൾക്കാർ ഒരുപാട് സെറ്റിലായിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ മാത്രമല്ല, അരുണാചലിലെ പല സ്ഥലങ്ങളിലും ബീഹാറിലെ ആൾക്കാരുണ്ട്. ഒരുപാട് വർഷങ്ങളായി എന്നാട്ടോ പറഞ്ഞത്. അവരുടെ ജനനം മുതൽ ഇവിടം വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ കൂടി ചെറിയൊരു നദിയൊക്കെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ശരിക്കും ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പം ചെറിയ രീതിയിൽ ഇങ്ങനെ കോട വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണാൻ പറ്റണത്. ശരിക്കും നമുക്ക് അങ്ങാട് വേണമെങ്കിൽ പോവാട്ടെ, പക്ഷെ അവിടെയൊന്നും ഇല്ല. ഒരു ടൗൺ മാത്രമേ ഉള്ളൂ. നമുക്കിനിപ്പോൾ ആദ്യം പോകുന്നത് നമ്മുടെ സൈക്കിള് കാര്യങ്ങൾ ശരിയാക്കാനാണ് കേട്ടോ. ഇനി ഇറ്റാനഗറിലേക്ക് വെറും 6 കിലോമീറ്റർ കേട്ടോ. അതുപോലെ തന്നെ തേസ്പൂരാണെങ്കിൽ 165 കിലോമീറ്റർ. അതുപോലെ തന്നെ ഗുവാഹട്ടി 338 കിലോമീറ്റർ കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായി. ഉണ്ടല്ലേ, ഇത് ഹൈവേ ആട്ടാ. ഡയറക്റ്റ് ഗുവാഹട്ടി തേസ്പൂരൊക്കെ പോണ ഹൈവേ ആണ്. താങ്ക് യു ഭയ്യ. ഓക്കെ താങ്ക് യു. ഓക്കെ മില്ലെങ്കിൽ അത് നമുക്ക് മേടിച്ചു തന്നെ കേട്ടാ. നമ്മൾ പോണ വഴിക്കാണ് കണ്ടത് ആളാ. അപ്പോൾ ആള് രാത്രി നമുക്കിത് കുടിക്കാൻ വേണ്ടി സാധനം മേടിച്ചു തന്നെ കേട്ടാ. അപ്പോൾ നമ്മൾ ഇറ്റാനഗർ പോണ വഴിക്കാണ് പുള്ളീനെ കണ്ടത്. ഹായ് ഭയ്യ, कैसे हो आप लोग? सब ठीक है. आप लोग कहाँ से हो? बिहार में कहाँ? मोतिहारी से. अच्छा, मुजफ्फरपुर गया मैं, हाजीपुर गया. अच्छा, ये आप लोग का दुकान है ना? वो भी मुजफ्फरपुर जिला का है. अच्छा, हाय भैया कैसे हो? ये भी मुजफ्फरपुर जिला का है. अच्छा हाय. अब थोड़ा साइड करो, गाड़ी आएगा. यहाँ से यहाँ में कितना साल होगा आप लोग? 2-3 साल हुआ होगा. मतलब हम लोग 2-3 साल से, हमारा जो भैया है ना, बड़े भैया, 20-25 साल से ये में है. अच्छा अच्छा बहुत अच्छा. साल से हो गया. ये छोटा से जन्म यहाँ पे. अच्छा, अभी कितना साल होगा? ये 2 साल. 2 साल होगा. अच्छा, छुट्टी वगैरह कब जाएगा फिर में? बकरीद में जाएगा. अच्छा अच्छा अच्छा. ഓക്കെ, മില്ലനെ के लिए अच्छा होगा भैया. ഓക്കെ ठीक है भैया. അങ്ങനെ നമുക്ക് തങ്ങാൻ വേണ്ടി ഇന്ന് റൂം കിട്ടി. അപ്പോൾ ഇവിടെ ഒരു പയ്യ ഉണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ വീടാണ്. हाय भैया, कैसे हो? आपका नाम क्या है भैया? मेरा नाम अभिनव है. अच्छा, और इस नाम से मैं एक ब्लॉग भी चलाता हूँ, अभिनव ब्लॉग. अभिनव ब्लॉग है ना? कौन सा है? फेसबुक में, यूट्यूब पे में? है. अच्छा, दो भी चैनल है? जी नहीं, फेसबुक यूट्यूब में दो भी? नहीं, सिर्फ एक यूट्यूब पे है ना? अच्छा अच्छा अच्छा, बढ़िया आएगा. आप कहाँ से हो भैया? मैं बिहार से हूँ. बिहार से. बिहार कौन सा जगह? मैं छपरा डिस्ट्रिक्ट. छपरा डिस्ट्रिक्ट है ना. यहाँ में कितना साल होगा? यहाँ 2 ईयर हो गया और मैं टीचिंग फील्ड में हूँ. और ऐसे मैं बीटेक इंजीनियर हूँ. अच्छा 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 और अच्छा. मैं बच्चों को पढ़ाता हूँ, मजा आता है. अच्छा एजुकेशनल चैनल है तो उससे तो आप लोगों का काम है नहीं. ओके भैया, थैंक यू. आपको मिलने के लिए तो अच्छा होगा. और अब मेरे को स्टे दे दिया, वो नहीं, अच्छा नहीं, होगा. तो अपना इतना चलता है ना, उतना हम लोग तो कर सकते हैं. താങ്ക് യു ഭയ്യ. आज रुकिए, अच्छा लगेगा आपको. താങ്ക് യു ഭയ്യ. അപ്പം നമ്മൾ ഈ റൂമിലാണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡ് സെറ്റായി. भैया आज का स्पेशल क्या है? आज का ये स्पेशल यहाँ कुछ नहीं मिला. हम लोग चिकन लाने गए थे, चिकन नहीं मिला.
आज तो को मैं फिश लेकर आया हूँ। अच्छा। जो नॉर्थ ईस्ट का फेमस बॉयल होता है, अच्छा बिना मसाला का बनाया जाता है, तो उस तरह से मैं बनाया हूँ। और फेवरेट चावल, चावल है क्योंकि रोटी बनाने आता नहीं है। अच्छा अच्छा, ओ ये तो मस्त है, मेरे को भी चावल पसंद है। तो आज हम लोग खाने वाले हैं चावल और फिश, फिश। और साथ में दिन का बनाया हुआ अंडा, अंडा अंडा करी। अंडा करी। अच्छा जिसको इंग्लिश में एग करी बोलते हैं। आज तो अंडा करी आना पा। ओके गरीब का घर है, नहीं मजे करते हैं। आते हैं आप लोग भी यही खाने के लिए। ओके ठीक है भैया ना, आपका मछली में ट्राई करेगा, मछली करी चावल के साथ। तो प्रोफेशनल शेफ है आप हैं भैया? हाँ खुशबू रहे। अब तो प्रोफेशनल शेफ है। नहीं नहीं नहीं, बहुत अच्छा टेस्टी है। ट्राई कर लेते हैं हम लोग खाने के लिए।